എന്നെ കണക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ. ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ, നീ നാറുവേ. എൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. ഇതിൽ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നും ഷിയാസ് കരീമിന്റെ അവിഹിത ബന്ധത്തിലെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഷിയാസ് കരീമിനെതിരായിട്ട് വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ തന്നെ ഈ പറയുന്ന പരാതി കൊടുത്ത സ്ത്രീക്ക് അയച്ചിരിക്കുന്ന വോയിസുകൾ, പണം വേണം, ഭയങ്കരയാണ്, ചങ്കാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ചില കുൽസിതങ്ങളൊക്കെ നിറഞ്ഞ വോയിസുകളെല്ലാം നമ്മൾ കേട്ടു. സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷിയാസ് കരീമിനെ വിളിപ്പിക്കാനായിട്ട് കുറേയധികം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം. നമ്മളും അതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോ ഈ പറയുന്ന വോയിസ് ഷിയാസിന്റെ അല്ല എന്നുള്ളത് പുള്ളിക്കാരനെ സമ്മതിച്ചിട്ടില്ല. ഈ ഒരു കേസ് വന്നതിന്റെ അന്ന് തന്നെ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത്, അത് എനിക്ക് അറിയാവുന്ന, എൻ്റെ ഫാമിലിക്ക് അറിയാവുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, എൻ്റെ ഉമ്മാന്റെ പ്രായമുള്ളൊരു സ്ത്രീയാണ്, അവരുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷിയാസ് വന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഷിയാസ് ഈ പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പണം ചോദിക്കുന്നതിൻ്റെ വോയിസ് ഒക്കെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നത്. ഷിയാസിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഇപ്പം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അഖിൽമാരാറിൻ്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്, അല്ലാതെ അഖിൽമാരാറിൻ്റെ ഒരു കൊട്ടേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില വ്യക്തികളൊക്കെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ബൈജു വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് കേട്ടോ. പുള്ളിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പുള്ളി പറയുന്നതിനോട് യോജിക്കാൻ തീരെ കഴിയുന്നില്ല. എന്തായാലും ബൈജൂസ് വ്ളോഗ്സ് എന്ന് പറയുന്ന പുള്ളിക്കാരന് ഷിയാസ് കരീമിന്റെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ഞാൻ ഷിയാസ് കരീമിനിട്ട മെസ്സേജിന് താഴെ വന്ന് ഒരുപാട് പേർ തെറി കമന്റുകൾ അടക്കം നൽകിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ എൻ്റെ ഏറ്റവും അടുത്ത അനിയൻ കൂടിയാണ്. ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിയമത്തിനു മുമ്പിൽ ശിക്ഷിക്കപ്പെടണം. ഇനി തെറ്റ് ചെയ്തത് ആ സ്ത്രീയാണെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടണം. ഒരു സുഹൃത്തായതുകൊണ്ടോ ഒരു അനിയനായതുകൊണ്ടോ അല്ല അവനെതിരെ ബൈജൂസ് ബ്ലോഗ് വീഡിയോ ചെയ്യാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇന്ന് ഷിയാസ് കരീമിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, അതിനേക്കാൾ വിശ്വസനീയമായ പല ഓഡിയോ ക്ലിപ്പുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ പക്കലുള്ള ഈ ഓഡിയോ ക്ലിപ്പുകളൊന്നും പുറത്തുവിടാത്തത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു സ്ത്രീയുടെ പേരോ ഐഡന്റിറ്റിയോ പുറത്തു പറയരുത് എന്നുള്ള നിയമത്തിന്റെ അനുശാസന പ്രകാരമാണ്. ഞങ്ങൾ ആ മാന്യത കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയട്ടെ, ഇവർക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഒരു സുഹൃത്തിനെ അപകടങ്ങളിൽ, അവന്റെ വിഷമഘട്ടങ്ങളിൽ അവന്റെ കൈകൾ പിടിക്കുന്നതിന് പകരം അവനെ ചവിട്ടിത്താഴ്ത്താൻ ഞാനെന്ന വ്യക്തിക്കോ എൻ്റെ മനുഷ്യത്വത്തിനോ സാധിക്കില്ല. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോകൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിൽ ഞാൻ പറയാം, ഇതിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ആ ഭാഗം തന്നെ സത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഷിയാസ് കരീമിനെ കൊടുക്കാൻ മാത്രം തെളിവായ ആ ഓഡിയോ ക്ലിപ്പിന് തെളിവായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരൊറ്റ ഓഡിയോ ക്ലിപ്പ് മതിയാവും. അതെ, അത് സത്യസന്ധമാണ്, ഉറപ്പാണ്, ആ വ്യക്തിയുടെ ശബ്ദമാണ്. അത് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്, ഈ സാമ്പത്തിക വിഷയത്തിൽ ഷിയാസ് നിരപരാധിയാണ് എന്ന്. ഇനി എന്ത് പറഞ്ഞാലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ തിരുത്താൻ ഞാനെന്ന സുഹൃത്തിന്, ഞാനെന്ന സഹോദരന് ബാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് തിരുത്തേണ്ടത് നമ്മുടെ സമൂഹമാണ്, നമ്മൾ ഒന്നടങ്കമാണ്. എന്തായാലും തെറ്റ് ചെയ്യാത്തവരാരും തന്നെ ഇല്ല. ഈ വീഡിയോയുടെ അടിയിലും ഒരുപാട് തെറി കമന്റുകൾ വരും. തെറ്റ് ചെയ്യാത്തവർ ഈ കമന്റിനടിയിൽ വന്ന് കല്ലെറിയട്ടെ. ഷിയാസിന്റെ കല്യാണത്തിന് മുമ്പേ നടന്നൊരു വിഷയമാണിത്. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ 2 വർഷമായി. 2 വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവം ഇപ്പോൾ കുത്തിപ്പൊക്കാൻ കാരണം ആരാണ്? അപ്പോഴാണ് ഞങ്ങളുടെ ഒരു സംശയം ഇങ്ങോട്ട് പോയത്. എന്നെ കണക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ. ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ, നീ നാറുവേ. എൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. ഇതിൽ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണേ. രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണേ. അപ്പൊ എന്തായാലും ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അഖിൽമാരാർ കൊടുത്തൊരു കൊട്ടേഷൻ ആണ് എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പൊ അതങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന ഷിയാസ് കരീമിനെതിരായിട്ട് ഇതിനു മുന്നേയും ഇതേ സെയിം രീതിയിലുള്ള പരാതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വന്ന ഒരു പരാതിയാണിത്. അപ്പൊ ഇത് കേട്ടിട്ട് അങ്ങനെ ഒരു ഫേക്ക് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധ പ്രകാരം ആണ് ഇങ്ങനൊരു പരാതി കൊടുത്തതെന്ന് തോന്നുന്നില്ല. ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഈ പറയുന്ന ഷിയാസ് കരീം സംസാരിക്കുന്നതിന്റെ വോയിസുകൾ നമ്മൾ കേട്ടു. അത് ഷിയാസിന്റെ അല്ലാന്ന് പുള്ളി പറഞ്ഞോ?
പുള്ളി അതിലൊരു പ്രതികരണമായിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. പുള്ളിക്കാരന്റെ വോയിസ് അല്ല എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. പല ആൾക്കാരും പറയുന്നത് ഇത് AI നിർമ്മിതമാണ്, ഷിയാസിനെ കുരുക്കാൻ വേണ്ടി ചെയ്തതാണ്, മറ്റതാണ് മറിച്ചതാന്നൊക്കെ പല രീതിയിലും പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുമല്ലേ, കണ്ടുപിടിക്കട്ടെ. ഷിയാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം. ഇനി തെറ്റ് ചെയ്തത് ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്കും കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ തെളിവുകളായിട്ട് ഷിയാസിന്റെ വോയിസ് ഉണ്ട്. അവരോട് പണം ചോദിക്കുന്നു, അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നു, അവരെ മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരുപാട് വോയിസുകൾ ഈ പറയുന്ന ഷിയാസിന്റെ നമ്മൾ കേട്ട് കഴിഞ്ഞു. പറയുന്ന ഷിയാസിനൊരു ഭാര്യയുണ്ട്. അയാളുടെ ഭാര്യ കഴിഞ്ഞ ദിവസമാണ് പ്രസവിച്ചത്. അത്രയും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കേണ്ട ഒരു സമയത്ത് ആ ഒരു ഭാര്യ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും അവരറിഞ്ഞിട്ടുണ്ടാവും. എന്താന്ന് പറഞ്ഞാലും ഇപ്പോൾ സ്വന്തം ഭർത്താവിന്റെ ഒരു കരുതലും സ്നേഹവും ഒക്കെ വേണ്ട ഒരു സമയം തന്നെയാണ്. പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീയാണ്, അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞു കൂടെ വന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു അലിഗേഷനും കാര്യങ്ങളും കേസും ഒക്കെ വരുന്നു. എന്താ ഇതിന് പറയേണ്ടത്? എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും ഷിയാസ് പൂർണ്ണമായിട്ട് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ഇയാളുടെ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇയാളുടെ തന്നെയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പല ആൾക്കാരും ഇപ്പൊ ഇയാളെ വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇത് അഖിൽമാരാരുടെ തലയിലേക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അറിയില്ല, ഈ അഖിൽമാരാരും ഷിയാസും തമ്മിൽ ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ പേരിൽ ഒരു കൊട്ടേഷൻ കൊടുത്തതാണോ, ഒരു പണി കൊടുത്തതാണോ എന്നൊന്നും അറിയില്ല. എന്താന്ന് പറഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ ഷിയാസ് കുരുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുക്ക് വീഴും, ഷിയാസിന് കുടുക്ക് വീഴുക തന്നെ ചെയ്യും. അതിന്റെ തെളിവുകൾ എന്തായാലും പണം കൊടുത്തതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ആ സ്ത്രീയുടെ പക്കൽ ഉണ്ടാവുമല്ലോ. ഇനിയും ഒരുപക്ഷെ ഇതുപോലുള്ള തെളിവുകൾ അവർ പുറത്തുവിടാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും വോയിസുകൾ അവർ പുറത്തുവിട്ടല്ലോ. അപ്പോൾ പണം കൊടുത്തതിന്റെയും അതുപോലെ എല്ലാ തെളിവുകളും ഒരുപക്ഷെ ആ ഒരു സ്ത്രീയുടെ കയ്യിലുണ്ടാവും. പരാതിക്കാരി പൂർണ്ണമായി 4 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പരസ്പര സൗഹൃദത്തിലായിരുന്നു, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരായിരുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ശാരീരികമായി ബന്ധപ്പെട്ടത്. പക്ഷേ ഷിയാസ് ആ വിശ്വാസത്തെ വഞ്ചിച്ചു, അവരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 65 ലക്ഷം രൂപയാണ് ഷിയാസ് ഇവരിൽ നിന്ന് പലപ്പോഴായി അടിച്ചു മാറ്റിയത്. അതുമാത്രമല്ല, പണം നൽകിയില്ലെങ്കിൽ ഉപേക്ഷിക്കുമെന്ന ഭീഷണിയും, പിന്നെ ബ്ലാക്ക് മെയിലിംഗും. പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ ഷിയാസ് രഹസ്യമായി പകർത്തിയിരുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം ഏതെങ്കിലും സൈറ്റിൽ ഇടുമെന്നും അപ്ലോഡ് ചെയ്യുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തിയാണ് അയാൾ അവരെ മാനസികമായി തകർക്കുന്നത്. ഇത് വെറുമൊരു റേപ്പ് കേസല്ല, തന്റെ കൂടെ ജീവിച്ച് തന്നെ വിശ്വസിച്ച ഒരു സ്ത്രീയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന, പണം തട്ടുന്ന ഏറ്റവും തരംതാണ ഒരു മൈൻഡ് സെറ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പരാതിക്കാരി ഒരു യുവതിയല്ല, മധ്യവയസ്സ് പിന്നിട്ട ഒരു സ്ത്രീയാണ്. അവർ ഷിയാസുമായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഷിയാസ് തന്റെ തനിനിറം പുറത്തെടുത്തു. തട്ടം വിട്ട സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ജിം തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ചാണ് അയാൾ അവരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയത്. എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, തണലായിട്ടും. അത് അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ്. നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷിക്കുന്നവരെ ഉണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും. 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് കൂടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. അനുമോൾക്കൊരു 1,40,000 കൊടുക്കാനുണ്ട്. എന്തായാലും ഇത്രയും വോയിസുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഷിയാസ് പൂർണ്ണമായിട്ടും തെറ്റുകാരനല്ല, പുള്ളി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് എന്തായാലും അങ്ങനെ തോന്നുന്നില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഈ ഒരു വിഷയത്തില് ഷിയാസിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും തെളിയിക്കപ്പെടട്ടെ. തെറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു കേസിന്റെ ഒരു അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. പേരിട്ടോ? ആ പേരിട്ട് ബ്രോ, ഞാൻ പരിപാടിയൊക്കെ നടത്താൻ പറയാൻ വെച്ചിരിക്കുക. അതാണ് സർപ്രൈസ്. ഞാൻ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് പോലും ഞാൻ മീഡിയ പറഞ്ഞിട്ടില്ല. അത് ഞാൻ അങ്ങനെ, എനിക്ക് തോന്നുന്നത് എന്റെ ഈ ഫാമിലി എപ്പോഴും അതൊരു പേഴ്സണലായിട്ട് പ്രൊഫഷൻ ഡിഫറെന്റ്. എനിക്കിപ്പോ സിനിമയുടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറയും. ഈ ഫാമിലി എനിക്ക് എപ്പോഴും എൻ്റെ അതൊരു ഭയങ്കര ഒരു ഇഷ്യൂസ് ആയിട്ട്. കുട്ടിയുടെ പേര്, ഞാൻ എന്റെ കല്യാണത്തിന്റെ 2 ദിവസം മുമ്പാണ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. അറിയാലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ വീട് വാങ്ങുന്ന കാര്യം, നമ്മൾ കാർ വാങ്ങുന്ന കാര്യം, നമ്മുടെ കുട്ടിയുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷയം. അത് നമ്മുടെ ക്ലോസ് അടിക്കുന്നുണ്ട്. സത്യമായിട്ടും ഭയങ്കര കണ്ണേറാ. എനിക്ക് വിശ്വാസമുണ്ട് കണ്ണേറില്.